ഇവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ മുതലേ മഴയാണ്. നല്ല മഴയും കാറ്റും ഉണ്ട്. മുറ്റത്തൊക്കെ വെള്ളമായിട്ടുണ്ട്. അപ്പോൾ കാറ്റത്ത് നമ്മുടെ ഒരു ചക്ക വീണ് കിട്ടിയിട്ടുണ്ട്. നല്ല പഴുത്ത ചക്കയാണ്. നല്ല മണമുണ്ട്. മഴയൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഈ ചക്ക നമ്മൾക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് ബാക്കി എല്ലാവർക്കും കൊടുക്കാറാണ് പതിവ്. പക്ഷേ ഇന്നിപ്പോൾ മഴ ആയത് കാരണം അതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചക്ക വെച്ചിട്ട് എന്തെങ്കിലും ഉണ്ടാക്കാം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വൈകുന്നേരത്തെ ചായക്ക് കഴിക്കാമല്ലോ. അങ്ങനെ ഞാനൊരു പാത്രത്തിൽ കുറച്ച് ഗോതമ്പ് മാവും കുറച്ച് അരിപ്പൊടിയും എടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് അതിലേക്ക് മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാര വേണമെങ്കിൽ ചേർക്കാം. ഇവിടെ നല്ല പഴുത്ത ചക്കയാണ്, അതുകൊണ്ട് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. പിന്നെ ഒരു നുള്ളുപ്പ് ചേർത്തിട്ടുണ്ട്. ഈ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പ് ചേർത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചക്ക എടുക്കുന്ന സമയത്ത് കുരു കളഞ്ഞ് ചക്ക എതളുകളാക്കി എടുക്കണം. എന്നാലാണ് നമുക്കിത് ഉണ്ടാക്കാൻ എളുപ്പമായി വരിക. പിന്നെ ചട്ടി വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിക്കുക. ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമ്മൾ ഉണ്ടാക്കി വെച്ച മാവിലേക്ക് ഇതളുകളാക്കിയ ചക്ക ഓരോന്നായി ഇട്ടിട്ട് അത് മാവിൽ മുക്കിയതിന് ശേഷം ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ എല്ലാതും ഇതുപോലെ മാവിൽ മുക്കി ഇട്ട് കൊടുക്കുക. ഒരു ഭാഗം ഏകദേശം വെന്ത് വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ചക്കയുടെ ഒരു സൈഡ് വെന്തിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് ആ സൈഡും കൂടെ ഒന്ന് വേവിച്ചെടുക്കുക. ഏകദേശം ഇപ്പോൾ ഇവിടെ നമ്മുടെ ചക്ക റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് കോരി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ നല്ല ക്രിസ്പിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഒന്ന് കോരി മാറ്റട്ടെ. അങ്ങനെ ഞാനൊരു 2 സെറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ മാവ് ഇനിയും ബാക്കിയാണ്. അപ്പോൾ ഞാൻ പഴംപൊരിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ ഉണ്ടാക്കട്ടെ. സംഭവം ഇവിടെ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഞാനിന്നിവിടെ ഉണ്ടാക്കിയ 2 സ്നാക്കും വിജയിച്ചിട്ടുണ്ട്. ഇത് കഴിക്കുമ്പോൾ തന്നെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റും ഉണ്ട്. അപ്പോൾ നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യണേ.